നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കോക്കറി കാണിക്കുമോ ഗോസ്റ്റ് കാണിക്കുമോ ഒക്കെ ചെയ്യുമോ, ഞാൻ ചിരിക്കാതിരിക്കുമോ. നമ്മളിന്ന് കാണിക്കാൻ പോകുന്നുണ്ടല്ലോ, ബ്ലൗസാണ്, റെഡിമെയ്ഡ് ബ്ലൗസ്. ഇപ്പോൾ ഞാൻ എത്ര തവണ കാണിച്ചെന്ന് സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം അല്ലേ. ഒത്തിരി 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 എല്ലാ ഞായറാഴ്ചയും കാണിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, ബ്ലൗസിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണ്. ഇതിൽ സ്ക്രീനിൽ 3XL അപ് ടു 3XL എന്ന് വരെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർ, ആദ്യമായിട്ട് ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിക്കാൻ പോകുന്നവർ ഉറപ്പായിട്ട് ഇത് കണ്ടിട്ട് അല്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് പോകും. അറിയാമല്ലോ, കണ്ടിട്ടേ വാങ്ങിക്കാവുള്ളൂ. കാരണം ക്വസ്റ്റ്യൻസ് കൊണ്ട് മടുത്ത് പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറയേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലോ. അപ് ടു 3XL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3XL വരെയുള്ള, അതായത് സ്മോൾ തൊട്ട് 3XL വരെയുള്ള കുർത്തി സൈസുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ എനിക്ക് 3XL ആണെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന വേറൊരാൾക്ക് 3XLൻ്റെ സൈസ് ഒരേപോലെ ആയിരിക്കണം. എൻ്റെ 3XLും ആണ്, അയാളുടെ 3XLും ആണ്. പക്ഷെ എൻ്റെ ബോഡി ഷേപ്പും അയാളുടെ ബോഡി ഷേപ്പും രണ്ടായിരിക്കും. എൻ്റെ ഇപ്പോൾ XL ആണെന്ന് പറഞ്ഞാൽ ആ വേറൊരാളുടെ XL ആയിക്കൊള്ളുന്ന ആളുടെ തന്നെ ബോഡി ഷേപ്പ് ആയിക്കൊള്ളണമെന്നില്ല. എനിക്ക് കൈയുടെ വണ്ണം, ചെസ്റ്റിൻ്റെ വണ്ണം, ഷോൾഡറിൻ്റെ വിരിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യത്യസ്തപ്പെടും. അതിനകത്ത് നമുക്ക് ഗ്യാരണ്ടി ഇല്ല. നമുക്കിത് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിതിപ്പം 1000 പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അയ്യോ അത് പറയുന്നില്ല, 800 പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ 798 പേർക്കും സാറ്റിസ്ഫൈഡാണ്. കണക്ക് പറയാം. കഴിഞ്ഞ പ്രാവശ്യമേ 1000 പേർക്ക് കൊടുത്തിട്ടുണ്ട്, 99 പേര് 999 പറയേണ്ടതിന് വരെ 99 പേര് സാറ്റിസ്ഫൈഡാന്ന് പറഞ്ഞ മിടുക്കിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് പറയാം, ഒത്തിരി ഞങ്ങൾക്ക് അതുപോലെ ബ്ലൗസിൻ്റെ എൻക്വയറി ഉണ്ട്. പിന്നെ അതുപോലെ പർച്ചേസിങ് നടക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ തീർന്നും പോകുന്നുണ്ട്. പിന്നെ ഇത് സ്ട്രെച്ചബിൾ ബ്ലൗസാണ്, നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് അത് ഫിറ്റായി വരും. പിന്നെ വളരെ സ്കിന്നൊക്കെ ഒത്തിരിന്ന് ഭയങ്കരമായിട്ട് മെലിഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അതാണ് കവി ഉദ്ദേശിച്ചത്. കൈക്കൊക്കെ തീരെ വണ്ണമില്ലാത്തൊരു ചെറുതായിട്ടൊന്ന് സൈഡ് അടിച്ച് ഓൾട്രേഷൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, വേറൊന്നുമില്ല. പിന്നെ നല്ല കംഫർട്ടാണ്, ഇതാണ് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് ഇടാൻ എന്നൊക്കെയാണ് പറയുന്നതും കാണുന്നതും. ആദ്യത്തെ ബ്ലൗസ് ഇത്, ഈ മോഡൽ ഞാൻ കാണിച്ചിട്ടില്ല, പ്ലെയിൻ ബ്ലൗസാണ്. പക്ഷേ ഒരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്. ഈ സെൽഫ് പ്രിൻ്റ് നല്ലതായിട്ടൊന്ന് എടുക്കണേ. നമ്മളിപ്പോൾ ഹക്കോബായുടെ ബ്ലൗസ്, അങ്ങനത്തെ പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്ലൗസൊക്കെ ഇടൂലേ, പ്ലെയിൻ ബ്ലൗസിൻ്റെ ഇതിൽ ഇടുകയും ചെയ്യാം. പക്ഷെ ഒരു ചെറിയ പ്രിൻ്റ് ഉണ്ട് താനും. അങ്ങനെ നല്ല ബ്ലൗസ്, നമുക്ക് ഹക്കോബായുടെ ഒക്കെ തുണി എടുത്ത് ബ്ലൗസ് തയ്ക്കുമ്പോൾ നല്ല റേറ്റ് ആകത്തില്ലേ. തയ്യക്കൂലി പോലും ഇതിനൊന്നും ഇല്ലെന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. പിന്നെ ഇതിന് റിട്ടേൺ എക്സ്ചേഞ്ച് റീഫണ്ട് ഒന്നുമില്ല. ഇത് അറിയത്തില്ലാത്തവരാണ്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രിൻസസ് കട്ട് വന്നേക്കുന്ന ഈ പോർഷൻ, ബാക്ക് പോർഷൻ ഇങ്ങനെ. ബാക്കിലെ നെക്ക് ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഒത്തിരി കയറിയായിരിക്കുന്നത്. ന്യായമായിട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് നോക്കി, ആദ്യമായിട്ട് ന്യായമായിട്ട് ലെങ്ത്തും വിട്ടും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ പല ടൈപ്പ് ബ്ലൗസ് കാണിക്കുമ്പോൾ ചിലതിനകത്ത് വ്യത്യാസങ്ങളും അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പലരല്ലേ മാനുഫാക്ചർ ചെയ്യുന്നത്. എങ്ങനെ ഇപ്പോൾ ആ കണ്ട ബ്ലൗസ് തന്നെയാണ് അതിൻ്റെ മജന്ത ഷെയ്ഡ്, അല്ലെങ്കിൽ റാണി പിങ്ക് നല്ല മജന്ത എന്ന് വേണേൽ പറയാം. ഇതിന് സെൽഫ് പ്രിൻ്റ് ഉണ്ട് കേട്ടോ, വൈറ്റ് കറക്റ്റായിട്ട് അറിയായിരുന്നു. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിക്കുക. ഇത് കണ്ടോ, ഇതിപ്പോൾ 3XL ആണ് ബ്ലൗസ്. എൻ്റെ സൈസ് എന്ന് പറയുന്ന ലാർജിനും എക്സലിനും ഇടയ്ക്കുക. പക്ഷേ എൻ്റെ കയ്യിൽ അത് ഫിറ്റാണ്, എവിടെയും ലൂസായിട്ട് കിടക്കുന്നില്ല, ഒന്നും കിടക്കുന്നില്ല. ഇവിടെ ചുരുങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തെൻ്റെ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന കുർത്തിയുടെ കൈയുള്ളത് കൊണ്ട് കണ്ടോ. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അത് സ്ട്രെച്ചായിട്ട് കറക്റ്റായിട്ട് വരും. നമ്മളിപ്പോൾ എല്ലാ ആഴ്ചയിലും ബ്ലൗസ് തന്നെ കൊടുക്കണമെങ്കിൽ അത്രയും സെയിലും സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സും ഉള്ളത് കൊണ്ടാണല്ലോ ബ്ലാക്ക്. എനിക്ക് തോന്നുന്നു ഈ ബ്ലാക്ക് മാത്രം ഇത്. പക്ഷേ നോക്കിയിട്ട് 3XLൻ്റെ സൈസ് ഉണ്ട്, XXL ഉണ്ടെന്നോ അങ്ങനെ ഏതാണ്ട് പറഞ്ഞ പോലെ ഉണ്ട്. സ്ക്രീനിൽ നോക്കിയാൽ മതി കേട്ടോ, സ്ക്രീനിൽ ഉണ്ട്, കറക്റ്റായിട്ട് ഉണ്ട്. ആ സൈസുകാർക്ക് ഇടാം എന്നല്ല, ആ സൈസ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഇടാം. നിങ്ങളുടെ സൈസ് മീഡിയം ആയിക്കോട്ടെ, ലാർജ് ആയിക്കോട്ടെ, സ്മോൾ ആയിക്കോട്ടെ, XL ആയിക്കോട്ടെ, XXL ആയിക്കോട്ടെ, XXL ആയിക്കോട്ടെ. XXLന് മേളിലോട്ടുള്ളവർ എടുക്കാതിരിക്കുക. നമ്മുടെ സൈസിനെ കഴിഞ്ഞും കൂടിയ സൈസ് എടുക്കല്. പർപ്പിളാണ് ഇതേ കളറ്. പ്ലെയിൻ ബ്ലൗസുകൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. പ്ലെയിൻ ആണ്, ഇതൊരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്. നല്ല ഭംഗിയായിട്ടോ കാണാൻ, നല്ല രസമാണ് കാണാൻ. എനിക്ക് പ്രിൻ്റ് അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയില്ല. ഇങ്ങനെ ഒരു ശരിക്കും ഒരു കട്ട് ചെയ്ത പോലെ നല്ല രസമാണ്. കൈക്ക് നമ്മൾ ചുമ്മാ
ചുമ്മാ പ്ലെയിൻ ആയിട്ടൊരു ബ്ലൗസ് ഇടുന്നതിലൊരു വ്യത്യസ്തതയുണ്ട്. എന്നാൽ നമ്മൾക്കിപ്പോൾ നമ്മുടെ സാരികൾക്കോ അല്ലെങ്കിൽ ഡ്രസ്സിനോ ഒക്കെ ചേരുന്ന കളറാക്കി അതിലൂടെ ഇടുകയും ചെയ്യാം. പിസ്ത ഗ്രീൻ. ഇതെല്ലാം പ്ലെയിൻ ബ്ലൗസസ്. ഈ വീഡിയോ കാണുന്ന ഒത്തിരി പേര് വീഡിയോ കാണാത്തവർ പലരും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വീഡിയോ കണ്ടതാണെന്നും പറഞ്ഞൊക്കെ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ വീഡിയോ എന്നല്ല, എല്ലാ വീഡിയോയും. ബ്ലൗസിൻ്റെ മാത്രം ഞാൻ പറയുന്നില്ല. ബ്ലൗസിൻ്റെ വീഡിയോ ഒന്നും ചെയ്തില്ലെങ്കിലും തമ്പുരാൻ്റെ ദൈവത്തിൻ്റെ ഭയങ്കര കൃപ കൊണ്ട് നമുക്ക് നല്ല സെയിലുണ്ട്. ഇത് ഇനി വേറൊരു മോഡല്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ കൂടെ ഉണ്ടല്ലോ ഒരു സൈസ് കോപ്പർ സിൽവറും അല്ലാത്തൊരു രീതിയിലൊരു ഇങ്ങനെ താഴേക്കൊരു ലൈൻസ് പോയിട്ടുണ്ട്, 2 ലൈൻസ്. ഇതൊരു ത്രെഡ് പോലെയും കണ്ണുപിടിക്കുന്നില്ല. ഇതൊരു ത്രെഡ് പോലെയും സ്വാഭാവികമാണോ? കണ്ണുപിടിക്കുന്നില്ല. ത്രെഡ് പോലെയും അടുത്ത് കാണത്തില്ല, അകത്തി പിടിച്ചാൽ കാണാം. ഷോർട്ട് സൈറ്റ്. ചില കളറിൽ അത് കറക്റ്റ് എടുത്തറിയാം കേട്ടോ. കൈയൊക്കെ ഉണ്ട്, ഇത്രയും ലെങ്ത്ത് കിട്ടും. നല്ല ഭംഗിയായിട്ട് എന്തായാലും കയറ്റിയാൽ ഇത്രയും ലെങ്ത്ത് കിട്ടും. ഒന്നുമില്ല, ഒരു പാടുമില്ല. എടുത്ത് അങ്ങോട്ട് ഇടുക, പോകുക, അത്രേ ഉള്ളൂ. ലൂസ് എന്നാ പറയുന്നത്, അത് അവിടെ തൂങ്ങി കിടക്കുന്നു, ഇവിടെ തൂങ്ങി കിടക്കുന്നു, ഇവിടെ കെട്ടോ അവിടെ കെട്ടോ, ഇവിടെയെല്ലാം ഇങ്ങനത്തെ ഒരു പ്രശ്നവും. ഭയങ്കര ഒരു കംഫർട്ടാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ എല്ലാം റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ഒരു ഇതിലേക്ക് മാറും. കാരണം അത്രയ്ക്ക് എളുപ്പമാണ്. അത്രയ്ക്ക് നമ്മൾ തയ്യക്കൂലി വെച്ച് നോക്കുമ്പം എന്തോരം ലാഭമാണ്. പിന്നെ ശരീരത്തിന് നല്ല സുഖമാണ്. ഈ ബ്ലൗസ് സാരി ഉടുക്കാൻ എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടമില്ലാത്തതിൻ്റെ കാര്യം ഈ ബ്ലൗസാണ്. ഇവിടെ എല്ലാം കുത്തിയും വെച്ച് നോക്കുകയും പിന്നെ ബ്ലൗസിന് പിന്നെ കുത്തണ്ട. എന്നാൽ പറഞ്ഞാൽ പോലെ ഡാർക്ക് പിങ്ക്, റാണി പിങ്ക്, ഡാർക്ക് കളർ നല്ല രസം കേട്ടോ. ഇൻഡിഗോ കളറുള്ള സാരിയൊക്കെ ഉണ്ടെങ്കിലോ അങ്ങനത്തെ ഇതിനൊക്കെ ഉണ്ടെങ്കിലോ സിൽവർ എല്ലാത്തിനും ചേരും. പിന്നെ ഫങ്ഷനുകൾ വിദേശത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഒത്തിരി പേര് ഓണത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴേ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസസ് വേണ്ടിയിട്ട് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസായിട്ട് ഇതെടുത്തോ, ഇപ്പോഴേ ബുക്ക് ചെയ്തോ. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പറഞ്ഞാൽ മതി. ഞങ്ങളിവിടെ ഹോൾഡ് ചെയ്തു, ക്യാഷ് അടച്ച് ബുക്ക് ചെയ്യണം. ഞങ്ങളിവിടെ ഹോൾഡ് ചെയ്തിട്ട് ആവശ്യം പോലെ അയച്ചു തരാം. ഒത്തിരി പേര് പറയുന്നുണ്ട് ഓണത്തിനിടാനായിട്ടുള്ള ഗ്രൂപ്പായിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊക്കെ. ഞങ്ങൾക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പായിട്ട് വേണം, ബ്ലൗസ് വേണം, അതിന് ചേരുന്ന സെറ്റും മുണ്ടും വേണം. അപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ അളവിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ്. നല്ലൊരു ഓഫ് വൈറ്റ് കളർ, നല്ല നീറ്റ്, നല്ല രസം കേട്ടോ. നല്ലൊരു ഇതിൻ്റെ സാരിയുണ്ട്. ഈ സാരി ആ സാരി ഞാൻ കാണിക്കാതെ വെച്ചുകൊണ്ടിരുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനത്തെ ബ്ലൗസിൻ്റെ കൂടെ ഇടണമെന്ന് പറയാൻ വേണ്ടി. നല്ല ഭംഗിയാണേ. ഇത് വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇപ്പൊ കാണിച്ചത്. വൈറ്റ് ആദ്യം കാണിച്ചത് വൈറ്റാന്ന് തോന്നുന്നു. ഇതിൻ്റെയാണ് കേട്ടോ ബ്ലാക്ക്. ഈ ബ്ലാക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. XXL ഉള്ളൂ, 3XL ഇല്ലാതെ. മറ്റേത് 3XL ഉണ്ട്. ഇത് മാത്രം XXL. ഓർത്തോണേ എഡിറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. കണ്ടോ XXL ബ്ലൗസ്. കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ലൈൻ 6 ആകിന് എന്തോരം ചോദ്യക്കാരായിരുന്നു. ഏറ്റവും അവസാനം സ്റ്റോക്ക് മുഴുവൻ തീർന്നു. റീസ്റ്റോക്ക് കൊണ്ടുവരാൻ ഞാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കറുപ്പ് റീസ്റ്റോക്ക് വേണമെന്ന് പറയാം. പക്ഷെ അതുമായിട്ട് 6 ആകല്ലെന്ന് മാത്രമേ ഉള്ളൂ, താഴേക്ക് ലൈൻസ് ആണെന്നേ ഉള്ളൂ. കൈക്കൊക്കെ വണ്ണക്കുറവ് തോന്നിക്കോളൂ. ഇതും നല്ലതാണ്. പക്ഷെ ഇത് ഈ പറയുന്ന പോലെ ബണ്ടിൽ കണക്കിന് ഒത്തിരി ഒന്നും സ്റ്റോക്കില്ല. എല്ലാ ആഴ്ചയും എടുക്കുന്നതുകൊണ്ടേ. ഇതാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരുന്നു ആ ഒരു സമയത്ത്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇത് കണ്ട ഇഷ്ടം തോന്നുന്നില്ലാത്ത ആരുമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഫങ്ഷൻ വെയർ ആയിട്ട് ഇടാനാണ് നല്ലത്. ഇങ്ങനെ സിൽവർ ലൈൻസ് ഉള്ള ബ്ലൗസ് പിന്നെ രസമാണോ ഇത്. എനിക്ക് ഈ മജന്ത ബ്ലൗസിൽ മജന്തയും ഈ ബ്ലൗസിൻ്റെ കൂടെ ലിനൻ്റെ ഇൻഡിഗോ ലിനൻ്റെ സാരികൾ കൊടുക്കണമെന്ന് ഭയങ്കര വിചാരം എപ്പോഴും. അങ്ങനെ ഇരിക്കുമ്പോഴെല്ലാം ഓർക്കും പണ്ടാരണ്ട് പറഞ്ഞ പോലെ അലക്കൊഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടാൻ നേരം ഇല്ലെന്ന് പറഞ്ഞ പോലെ എൻ്റെ കാര്യം. നേരം ഇല്ലായ്മയൊന്നുമില്ല, നേരം ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ എന്തൊക്കെയോ കിടക്കുന്ന പോലെ ഒരു വിചാരം. എവിടെ നിന്ന് എന്നേലൊക്കെ ഉണ്ടാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബിസിനസ് അല്ലേ അല്ലേ, എന്ത് ജോലിയാണ് ഇന്നത്തെ കാലത്ത്. ഏത് ഇപ്പം ചീഫ് സെക്രട്ടറിയോട് പോയി ചോദിച്ചു നോക്ക്, അദ്ദേഹത്തിൻ്റെ തലവേദന. നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്നങ്ങ് ഭരിച്ചാൽ പോലെ. കളക്ടറോട് ചോദിച്ചു, എല്ലാവർക്കും ഉണ്ട്. ഒഴുക്കിനൊപ്പം അങ്ങ് നീന്തിക്കോളൂ. എല്ലാത്തിനും അങ്ങ് പോസിറ്റീവായിട്ട് അങ്ങോട്ട് എടുത്തേച്ചാൽ മതി. പർപ്പിൾ ഷെയ്ഡ് എനിക്ക് മാത്രമാണ് പാട്, എനിക്ക് മാത്രമാണ് കഷ്ടപ്പാട്, അയ്യോ ഇതെന്തൊരു ജോലിയാണ്, ഇങ്ങനെ വിചാരിക്കാൻ തുടങ്ങുന്ന നിമിഷം തുടങ്ങും നിങ്ങളുടെ
ഡീഗ്രോത്ത് അങ്ങനെ വിചാരിക്കുകയേ ചെയ്ത്. അല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ഇട്ടിട്ട് പോകണം, ഇഷ്ടമുള്ളതിലേക്ക് പോകണം. ഇഷ്ടമില്ലെങ്കിൽ അത് തോട്ടിലിരുത്, ഞാനതേ പറയുള്ളൂ. ഡാർക്ക് മെറൂണും സിൽവർ അടിപൊളി. ഇതിൻ്റെ ഉണ്ടല്ലോ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു, ഞാൻ കാണിക്കുന്നില്ല തൽക്കാലം. ഒത്തിരി കളേഴ്സ്. കാരണം എന്നാണെന്നറിയാം, എപ്പോഴും കോമൺ കളേഴ്സ് തന്നെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് രസമില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഏറ്റവും ഡിമാൻഡുള്ള കുറച്ച് കളേഴ്സ് മാത്രം കാണിച്ചത്. രസമായിട്ട് കാണാനല്ലേ എനിക്ക് കണ്ട. ഇതിന് എക്സ്ചേഞ്ച് ഇല്ല, റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല, ഒരു സാധനവും ഇല്ല. അപ്പം ഇത് വേണ്ടവർ വാങ്ങിച്ചോളൂ. ഒരു 3 ബ്ലൗസ് വരെയൊക്കെ ഒറ്റ ഷിപ്പിങ്ങിൽ 60 രൂപ ഷിപ്പിങ്ങിൽ പോവും എന്നാണ്. അപ്പോൾ ഒരു ബ്ലൗസായിട്ട് വാങ്ങിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നഷ്ടമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ബ്ലൗസിന് 50 രൂപയും കണ്ടാണ്. ഏറ്റവും മിനിമം ഷിപ്പിംഗ് ചാർജ് DTDCയുടെ ആണെങ്കിലും പോസ്റ്റ് ഓഫീസിൻ്റെ ആണെങ്കിലും നമ്മൾ അതാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വാങ്ങിച്ചവർ എന്തോ ഒന്നും എനിക്ക് പറയാം, ഇഷ്ടം അവർക്കറിയാം. എനിക്ക് എന്തോ ഈ കഴിഞ്ഞ ദിവസത്തെ ബ്ലൗസിൻ്റെ ഫീഡ്ബാക്സ് കൊണ്ട് ഫോൺ തുടങ്ങി അതുപോലെ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. ഏറ്റവും ലാസ്റ്റ് കാണിച്ച ഇവിടെ ത്രെഡ് വർക്കുള്ള ബ്ലൗസ് കാണിച്ചില്ലേ, അത് റീസ്റ്റോക്ക് വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് കൊണ്ടുവരുമെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാര്യം ഓണത്തിന് വേണ്ടി ചോദിക്കുന്നത്. പിന്നെ ഈ ലൈൻസ് ഉള്ള ബ്ലൗസ് അത് ഓണത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബൾക്കായിട്ട് ബുക്ക് ചെയ്യണം, ഗ്രൂപ്പായിട്ട് 36 പേർക്ക് 40 പേർക്കൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എടുക്കണം. നേരത്തെ ഒപ്പം തന്നെ അത് ബുക്ക് ചെയ്യുക. അല്ലാതെ സമയമാകുമ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയും US ഒക്കെ വരെ അങ്ങനെയുള്ളവർക്ക് സ്ഥലത്തൊക്കെ എത്തേണ്ടതല്ലേ. നേരത്തെ ബുക്ക് ചെയ്ത് നേരത്തെ വരുത്തിക്കൊള്ളുക. പിന്നെ സൈസ് നമുക്ക് ഇതിങ്ങനെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഒരു പരീക്ഷണാർത്ഥം വാങ്ങി ഇത്രയല്ലേ, സിമ്പിൾ റേറ്റ് അല്ലേ ഉള്ളൂ. ഒരു ബ്ലൗസ് തയ്പ്പിക്കേണ്ടെന്ന റേറ്റ് പോലും ആവുന്നില്ലല്ലോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.